ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് മീ നാദിറ. കൂട്ടുകാരെ, ഇന്ന് നമുക്കൊരു വെറൈറ്റി യാത്രയായല്ലോ. ദുബായിൽ വന്നിട്ട് നമ്മൾ കാറും ബൈക്കും ഒക്കെ ഒന്ന് ട്രൈ ചെയ്തു, അതുപോലെ മെട്രോയിൽ കയറി. പക്ഷേ ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് ടാങ്കർ ലോറിയിലാണ് കേട്ടോ. അപ്പോൾ ഡീസൽ കൊണ്ടുപോകുന്ന ഒരു ടാങ്കർ ലോറിയിലാണ് ഇന്ന് നമ്മൾ പുറത്തെ കാഴ്ചകളൊക്കെ കാണാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ സുഹൃത്ത് ഡീസലായിട്ട് ദുബായിലോട്ട് പോവുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ടാങ്കർ ലോറിയിലാന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര കൗതുകം. നമുക്ക് കൗതുകം ഇച്ചിരി കൂടുതലാണല്ലോ. അപ്പം ഞാൻ പറഞ്ഞു എന്നെയും കൂടെ ഒന്ന് കൊണ്ടുപോകുന്നതാണ്. അപ്പോൾ ശരി, ഓക്കെ, നമ്മളിവിടെ എക്സ്പോയിൽ തട്ട എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാനും കയറി ഒരു വശം തിരുന്നിങ്ങനെ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സംഭവം അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് ആണ്. കാരണം നമ്മളവിടെ കാറിലൊക്കെ ട്രാവൽ ചെയ്യുന്ന പോലെ തന്നെയാണ് ഉള്ളത്. അവിടെയൊക്കെ ലോറിയിൽ യാത്ര ചെയ്ത് എങ്ങനെയാണെന്നുള്ള എനിക്ക് എക്സ്പീരിയൻസ് ഇല്ല, എന്നാലും പറയാം അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ഏതായാലും എക്സ്പോ 2020 കാണാനുള്ള ഭാഗ്യം എനിക്ക് ഏതായാലും പോകുന്നതിന് മുമ്പ് ഉണ്ടായിരുന്നില്ല. നമ്മൾ കോവിഡിനോട് ബന്ധപ്പെട്ട മാർച്ച് ടൈമിലാണ് ഞാൻ തിരിച്ച് നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നത് ലാസ്റ്റ്. അപ്പോൾ എനിക്കിത് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഏതായാലും ഇത് ലാസ്റ്റ് അവസാനിക്കാറായ സമയത്താണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഏകദേശം 6 മാസം ഉണ്ടായിരുന്നു എക്സ്പോ, പക്ഷേ ഇപ്പോഴും അതിന് കുറച്ച് ഭാഗങ്ങളൊക്കെ അവിടെ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇന്ന് അതുകൂടെ കണ്ടിട്ട് വീട്ടിലേക്ക് മടങ്ങാം. അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ഇവിടെ എക്സ്പോ നടന്ന സമയത്ത് എല്ലാ രാജ്യങ്ങളുടെയും എന്താ പറയുക, അവരുടെ എക്സിബിഷൻ കാര്യങ്ങളൊക്കെ ഇവിടെ എല്ലാ രാജ്യങ്ങളുടേതും ഉണ്ടായിരുന്നു അത്ര. അപ്പം അവരുടെ അഭിമാന സ്തംഭം എന്ന് വിശേഷിപ്പിക്കാവുന്ന എന്തെങ്കിലുമൊക്കെ ഒരു സ്പെഷ്യൽ കാര്യങ്ങളായിരുന്നു. അപ്പോൾ ഞാൻ മുമ്പ് ഒരു വീഡിയോ ഇതിനു വേണ്ടിയിട്ട് സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളുടെ സുജിത് ഭക്തൻ്റെ ഒരു വീഡിയോ കാണുന്നുണ്ടായി. അപ്പോൾ അതിൽ നമ്മളുടെ ഇന്ത്യയിൽ നിന്നുള്ളൊരു സ്റ്റാളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ആ ടൈമിൽ നമുക്ക് കാണാൻ പറ്റിയില്ല. ഇപ്പം ഇതിൽ ബാക്കിയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ മാത്രമേ ഉള്ളൂ. ആളുകൾ വളരെയധികം കുറവാട്ടോ, തീരെ ആളില്ല. ഒന്നാമത് ഇപ്പോൾ ഒരു 6-7 മണിയായി, ഒരു 8-9 മണിയൊക്കെ ആകുമ്പോഴാണല്ലോ ഇവിടെ സാധാരണ ആളുകൾ വരാറ്. പക്ഷേ തീരെ ആളുകൾ കുറവാണ്. എന്നാലും ഇത് ഈ ലൈറ്റ് ഷോൻ്റെ ഒക്കെ ഉള്ളിലൊക്കെ പോയി ഞാനിത് ആദ്യമായിട്ട് കാണാണ് കേട്ടോ, എക്സ്പോ എന്ന് പറയുന്നത് സംഭവം. അപ്പോൾ പക്ഷെ വളരെ എന്താ പറയുക, എൻജോയ് ചെയ്തെന്ന് പറയാം. കാരണം ഒറ്റയ്ക്ക് നമ്മളിതിങ്ങനെ എൻജോയ് ചെയ്ത് കുറേ നടക്കാനുണ്ട്, ഒരുപാട് ദൂരം നടക്കാനുണ്ട്. പിന്നെ ഇവിടെ ദുബായിൽ വന്നിട്ട് ഇപ്പം നമ്മൾ ഇത്ര ദിവസം ആയിട്ടും നമ്മൾ കണ്ട കാഴ്ചകളിലൊക്കെ നടക്കാൻ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നടന്ന് നമ്മളൊരു വഴിയായിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല, നല്ല വെറൈറ്റി കാഴ്ചകളാണ്. അപ്പോൾ ഇതിലിങ്ങനെ പല സ്റ്റോറികളും ആ ലൈറ്റിങ്ങിനനുസരിച്ച് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ മ്യൂസിക് ഉള്ളത് കൊണ്ട് മ്യൂസിക് ഭയങ്കര പ്രശ്നമാണ് ഗൈസ്. കാരണം നമുക്ക് കോപ്പിറൈറ്റ് വരുന്നു. അതുകൊണ്ട് എനിക്ക് ആ മ്യൂസിക് ആഡ് ചെയ്യാനേ പറ്റില്ല. പക്ഷേ ആഡ് ചെയ്യണമെങ്കിൽ നല്ല രസമായിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പം ഞാൻ വേറെ മ്യൂസിക്കൊക്കെ ഇട്ട് ഇത് വൃത്തികേടാക്കണം, വേറെ വഴിയില്ല. അപ്പോൾ ഷൂട്ട് ചെയ്യാനും ആരും ഇന്ന് എൻ്റെ കൂടെ ഇല്ല. ഇന്ന് ഞാൻ തനിച്ചായതുകൊണ്ട് തന്നെ സെൽഫ് ഷൂട്ടിംഗ് ആണ് മെയിൻ. അപ്പോൾ അതിൻ്റേതായൊരു ഭംഗിയൊക്കെ വീഡിയോയ്ക്ക് ഉണ്ടാവും. പിന്നെ ഇപ്പോൾ നമ്മൾ ദുബായിൽ വന്നതിന് ശേഷം ഞാൻ എപ്പോഴും രാത്രി വീഡിയോസാണ് അധികം ഞാനിപ്പോൾ എടുക്കുന്നത്. കാരണം നമ്മൾ എങ്ങനെയായാലും ജബലലിൽ നിന്ന് നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് വന്ന് പെടുമ്പോഴേക്കും ഏകദേശം 6 മണിയാവും. അല്ലെങ്കിൽ രാത്രി കാഴ്ചകളാണ് ഇപ്പോൾ എനിക്ക് അധികം കാണാൻ പറ്റുന്നത്. പിന്നെ നമ്മളെ നാട്ടിലെ പോലെ രാത്രി ആയാലും വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ. കാരണം നല്ല ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ദുബായിൽ ഏറ്റവും കൂടുതൽ നല്ല നമ്മളുടെ രാജ്യത്ത് നിന്ന് വിട്ട് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെയാണല്ലോ. വലിയ വലിയ സിറ്റികളിലൊക്കെ ലൈറ്റിൻ്റെ ആ ഭംഗിയുള്ള കാഴ്ചകൾക്ക് ഒരു പ്രത്യേകത ഉണ്ട്. അതുകൊണ്ട് രാത്രി വീഡിയോ എടുക്കുന്നതിൽ വലിയ വിഷമം ഉണ്ടായിട്ടല്ല, ഒരു വേറെ ലെവൽ കാഴ്ചകളായിരിക്കും. കാരണം പകൽ കാണുന്ന കാഴ്ചയല്ല, രാത്രി ലൈറ്റിൻ്റെ ഭംഗിയിൽ കാണുന്ന കാഴ്ചകൾ വേറെ ആയിരിക്കും. അപ്പം ഞാനിങ്ങനെ ഓരോന്ന് കണ്ടിങ്ങനെ നടക്കുകയാണ് കേട്ടോ.
പ്രത്യേകതരം സാധനങ്ങൾ ഇതൊക്കെ അറബിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ കാഴ്ചകൾ ഇങ്ങനെ കണ്ടു പോകുന്നേ ഉള്ളൂ. ആളുകളും ഒന്നുമില്ല, എവിടെ ആളില്ല, ക്ലീൻ ചെയ്യുന്ന ആളുകളുണ്ട്, പിന്നെ ഒന്നോ രണ്ടോ കാഴ്ചക്കാർ, അങ്ങനെയൊക്കെ ഉള്ളൂ. അധികം വിദേശികളാണ് ഞാൻ കണ്ടതിൽ കൂടുതലുള്ളത്. അപ്പം ഇങ്ങനെ നടന്ന് ഇനി വഴി തെറ്റാതിരിക്കാൻ ഞാൻ ഓൾറെഡി വണ്ടി ഇറങ്ങിയതും ലോറിയിൽ നിന്ന് ഇറങ്ങിയതും ഞാൻ ഇറങ്ങിയ സ്ഥലത്തിൻ്റെ ലൊക്കേഷൻ എൻ്റെ ഫ്രണ്ടിൻ്റെ ഫോണിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. കാരണം നമ്മളിനി അത് നോക്കിയിട്ട് അങ്ങനെ വന്നാൽ മതിയല്ലോ എന്നോർത്ത്. കാരണം പുള്ളി ആദ്യം തന്നെ പറഞ്ഞു ലൊക്കേഷൻ ഇട്ടേക്ക്, അല്ലെങ്കിൽ ചിലപ്പോൾ എൻട്രൻസിൻ്റെത് മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്, ഞാൻ ഇവിടെ വന്ന് പിക്ക് ചെയ്തോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഈ രാത്രി കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ നടക്കുകയാണ് ഗൈസ്. അപ്പോൾ ഇവിടെ ഒരു സംഭവം കണ്ടു കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഫോണൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഇത് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോയതാണ്. സത്യം പറഞ്ഞാൽ ഞാനത് ക്ലോത്ത് കൊണ്ടാണെന്ന് വിചാരിച്ചു, പക്ഷേ അത് മാർബിൾ കൊണ്ട് ഉണ്ടാക്കിയ ഒരു പില്ലോൻ്റെ ഒരു ഡിസൈനായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിനി ബാക്കി കാഴ്ചകളോട് കാണാൻ പോവാണ് ഗൈസ്. അങ്ങനെ കുറേ കാഴ്ചകൾ കണ്ട് നടന്നു വരുമ്പോഴാണ് ഗൈസ് ഞാനിവിടെ ഒരു വെള്ളച്ചാട്ടം കാണുന്നത്, വാട്ടർ ഫാൾസ്. അപ്പം ഞാനിവിടെ നിന്ന് നടന്നു വരുമ്പോഴേ ഭയങ്കര വെള്ളത്തിൻ്റെ സൗണ്ടൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനിങ്ങനെ വന്ന് നോക്കുമ്പോൾ ഭയങ്കര ലൈറ്റ് ഷോയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു അടിപൊളി അറ്റ്മോസ്ഫിയറിലൊരു വാട്ടർഫോൾസ്. കാരണം നമ്മൾ സാധാരണ വാട്ടർഫോൾസൊക്കെ കാട്ടിനുള്ളിലല്ലേ കാണുക. ഇപ്പോൾ ഇവിടെ വന്ന് നോക്കുമ്പോൾ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊരു ഹാഫ് ആൻ അവറിലെങ്ങാനും ഒരു 15 മിനിറ്റ് ആ ഒരു ടൈമിനുള്ളിൽ ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്യും കേട്ടോ. ഒരു എന്താ പറയുക, ഇത് അവർ ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെ സ്റ്റോപ്പ് ആവും. പിന്നെ ഒരു 15 മിനിറ്റ് കഴിഞ്ഞാൽ വീണ്ടും സ്റ്റാർട്ടാവും. അങ്ങനെയൊക്കെയാണ്. ഇപ്പോൾ പകൽ ഇത് വന്ന് കാണാഞ്ഞത് വളരെ ഒരു എന്താ പറയുക, ഒരു ഈ വേറൊരു ലെവൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പകൽ കാണുന്നത് വേറൊരു കാഴ്ചയും രാത്രി കാണുന്നത് വേറൊരു കാഴ്ച ആയതുകൊണ്ട് ഈ ലൈറ്റിൻ്റെ ഭംഗിയൊന്നും എന്തായാലും പകലുണ്ടാവില്ലല്ലോ. അപ്പോൾ ഏതായാലും ഇത് ഭയങ്കര സെറ്റാണ്. അപ്പം പകലിനി ഇതിവിടെ വാട്ടർഫാൾസ് ഉണ്ടോയെന്നൊന്നും അറിയില്ല. അങ്ങനെ ഞാൻ നോക്കി ഒരു 10 മിനിറ്റോളം വെയിറ്റ് ചെയ്തപ്പം വീണ്ടും മ്യൂസിക്കോടുകൂടി വാട്ടർഫാൾസ് സ്റ്റാർട്ടായിട്ടോ. ലൈറ്റും ഭയങ്കര രസമായിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് വീഡിയോ എടുത്ത് തരാൻ അവിടെ ഷൂട്ട് ചെയ്യാനുള്ളൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നില്ല. എന്നാലും ഞാൻ ഒരുവിധമൊക്കെ അവിടെ ഇവിടെയൊക്കെ കറക്റ്റ് ചെയ്ത് വെച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ രണ്ടും കൂടെ നടക്കില്ല. കാരണം ഒന്നെങ്കിൽ നമ്മൾ ഏതെങ്കിലുമൊക്കെ സ്ഥലങ്ങൾ കാണാൻ പോകുമ്പോൾ ഫ്രീ ആയിട്ട് അത് എൻജോയ് ചെയ്യുക, അതല്ലെങ്കിൽ ഷൂട്ട് ചെയ്യുക. ഈ രണ്ട് കാര്യങ്ങളേ നടക്കുള്ളൂ. അപ്പോൾ വലിയ വലിയ വ്ളോഗേഴ്സിനൊക്കെ നമ്മൾ സമ്മതിക്കണം അല്ലേ. ഞാൻ ഈ ഒരു കുഞ്ഞു ഇതും വെച്ചിട്ട് എനിക്ക് തന്നെ ഇതൊക്കെ ഭയങ്കര മടുപ്പായി തോന്നുന്നുണ്ട്. എന്തായാലും ഞാൻ കണ്ട കാഴ്ചകൾ നിങ്ങളെയും കൂടെ കാണിക്കണ്ടേ എന്ന് ഓർത്തിട്ടാണ് ഇപ്പോൾ ഇതൊക്കെ. ഇത് എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക ആൾക്കാരും കണ്ടിട്ടുണ്ടാവും. എന്നാലും കാണാൻ പറ്റാത്ത നമ്മളെ കുറച്ചുകൂടെ സുഹൃത്തുക്കളുണ്ടല്ലോ, അവർക്ക് വേണ്ടിയിട്ട് ഒന്നിങ്ങനെ ഷൂട്ട് ചെയ്തേ ഉള്ളൂ കേട്ടോ.
വെള്ളച്ചാട്ടത്തിൽ കുറേ നേരം കളിച്ചതിന് ശേഷം ഞാൻ വീണ്ടും എന്താ പറയുക, നമ്മൾ ബാക്കി കാഴ്ചകളോട് കാണാനുണ്ടല്ലോ. എൻ്റെ ഷൂ ഒക്കെ ചെറുതായിട്ട് നനഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഷൂവും ചെരുപ്പൊക്കെ അവിടെ അഴിച്ചു വെച്ചിട്ടായിരുന്നു വെള്ളച്ചാട്ടത്തിൽ കളിക്കാൻ പോയിട്ടുണ്ടായിരുന്നത്. ഞാൻ ഷൂ ഇട്ടിട്ടാണ് പോയത്. അപ്പോൾ എൻ്റെ ഡ്രസ്സൊക്കെ കുറച്ച് ചെറുതായിട്ട് നനഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ വെള്ളം എന്തായാലും നമ്മളുടെ കാലിൻ്റെ ചുവട്ടിൽ വരയ്ക്കേ എത്തുന്നുള്ളൂ. അതിനുശേഷം വീണ്ടും ഞാൻ എൻ്റെ നടത്തം തുടർന്നു ഗൈസ്. അപ്പോൾ ഇവിടെ ഒരു ലിഫ്റ്റിൻ്റെ ഈ സംഭവമൊക്കെ കണ്ടു. പക്ഷേ എനിക്ക് അതിൽ കയറണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് ദൂരത്തേക്ക് കാഴ്ചകളൊക്കെ കാണായിരുന്നു. പക്ഷേ 200 ദിർഹമാണെന്നാണ് ടിക്കറ്റ് റേറ്റ് പറഞ്ഞത്. അപ്പം ഞാൻ എന്തായാലും തൽക്കാലം അത് മാറ്റി വെച്ചു. അങ്ങനെ വരുമ്പോഴാണ് ഞാൻ ഇവിടെ ഈ ഒരു സംഭവം കണ്ടത്. ഇത് നമ്മളെ നാട്ടിലെ 10 മണിപ്പൂവിൻ്റെ ആ ഒരു ചെടിയില്ലേ, ഏകദേശം അങ്ങനെ ഉണ്ട്. അതെന്നെയാണ് എക്സാക്റ്റ് എന്ന് എനിക്കറിയില്ല. അതൊരു സൽസബിൽ അങ്ങനെ എന്തോ ഒരു പേരുണ്ട് അവിടെ. അപ്പോൾ അത് വെള്ളം ഫിൽട്ടർ ചെയ്യുന്ന ഒരു സംഭവം കൂടിയാണെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഏതായാലും എനിക്കതൊരു പുതിയ അറിവായിരുന്നു. അതിനുശേഷം ഇവിടെ ഈ ഗാർഡനും കാര്യങ്ങളും ലൈറ്റും സെറ്റിങ്സൊക്കെ കണ്ടിട്ട് നമ്മളിങ്ങനെ നടത്തം തുടർന്നു ഗൈസ്. അപ്പോൾ ഈ തെരുവീതികളോട് നമ്മൾ തനിച്ചാണ് നടക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും, ആൾക്കാരൊന്നും അധികമില്ല. കുറച്ച് വിദേശികൾ മാത്രമേ ഇവിടെയൊക്കെ ആയിട്ട് ഓരോ കാഴ്ചകൾ കാണുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പം മുമ്പ് ഇവിടെ ഷോപ്പും കാര്യങ്ങളൊക്കെ ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത്ര. അപ്പോൾ ഇത് എക്സ്പോ നടക്കുന്ന സമയത്ത്. അതിനുശേഷം ഇവിടെ ഉള്ളതിപ്പം കുറച്ച് ബാക്കി ഇട്ട് പോയ കുറച്ച് കാഴ്ചകൾ മാത്രമായിരുന്നു. ഏതായാലും അടിപൊളിയായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ കാഴ്ചകൾ കണ്ടു. ഇനി ഏകദേശം നമ്മൾ ഇവിടെ കാണാൻ പറ്റാവുന്നത്ര കണ്ടു. ഇതിന് നമുക്ക് ഗൈഡ് ചെയ്യാനൊന്നും ആരുമില്ല. അപ്പം ഇതെന്താണെന്ന് ചോദിച്ചറിയാനുള്ളൊരു അവസ്ഥ കൂടെ ആയിരുന്നില്ല. എൻ്റെ മുന്നു മക്കളെ നടന്ന് ഒരു വഴിയായി. അപ്പോൾ ഇനി ഞാനിതിൻ്റെ ഒരു വശം കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു. ഐ തിങ്ക് സോ. ഭയങ്കര തണുപ്പാണ് ഗൈസ്, ഭയങ്കര തണുപ്പ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എൻ്റെ മുഖമൊക്കെ കെട്ടി നല്ല കുട്ടിയായിട്ട്, നല്ല ദീനായ കുട്ടിയായിട്ട് ഇങ്ങനെ നടക്കുന്നത്. അപ്പോൾ ഇന്നിങ്ങനെ ഇന്ന് എവിടെയും പോകുന്നില്ല എന്ന് വിചാരിച്ചായിരുന്നു. കാരണം നല്ല ബുർജ് ഖലീഫയും മംസാറും ഒക്കെ പോയി കണ്ടിട്ട് വന്നതുകൊണ്ട് ആകെ ടയർഡായിരുന്നു. അപ്പം ഇന്ന് റെസ്റ്റ് എടുക്കാൻ വെച്ചു. അപ്പോൾ നമ്മളെ സുഹൃത്തൊരു മറ്റേ ലോറി കൊണ്ട് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ചാടി കയറി അതിൽ കയറി ഇങ്ങ് പോന്നു. എൻട്രൻസ് അതിൽ കയറിയിട്ട് ഞാനിങ്ങ് പോന്നു. അപ്പോൾ പുള്ളി എന്നോട് ഇറക്കി വിട്ടിട്ട് പോയതായിരുന്നു. കുറച്ചൊക്കെ കണ്ടു മതി, ഇനി കൂടുതൽ കണ്ടാൽ ശരിയാവില്ല അല്ലേ. അപ്പോൾ നമ്മൾ നാളെ അല്ല മറ്റന്നാൾ ഒരു ഡെസേർട്ട് സഫാരിയൊക്കെ കാണാൻ പോകണം എന്ന് വിചാരിക്കുന്നുണ്ട്. നമ്മൾ ഇവിടുത്തെ സിറ്റിയിലെ കാഴ്ചകൾ മാത്രം കണ്ടാൽ പോരല്ലോ അല്ലേ. കുറഞ്ഞ ദിവസങ്ങൾ കൂടിയുള്ളൂ എൻ്റെ മുന്നിൽ. ഒന്നാമത്തെ കാര്യം ഞാൻ നിൽക്കാത്തത് എന്താ വെച്ചാൽ എനിക്ക് 1 മന്തൊക്കെ നിൽക്കാം. പക്ഷേ നമ്മൾ റമദാനാണ് വരുന്നത്, ഒരു പ്രിപ്പറേഷനും നടത്തിയിട്ടില്ല. അതുകൊണ്ട് എനിക്ക് വീട്ടിൽ തിരിച്ചെത്തണം. കാരണം അറിയാമല്ലോ, സൈഡായി പോയതല്ലേ. അപ്പം ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇതിൻ്റെ ഇടയ്ക്ക് നാട്ടിൽ കുറേ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഞാൻ പതിയെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും എപ്പോഴത്തെയും പോലെ കൂടെ നിൽക്കുക, കൂടെ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോസിനൊക്കെ കാണാൻ ശ്രമിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. ഇനി അടുത്തത് എവിടെയെങ്കിലും ഞാൻ അറിയാത്ത സ്ഥലങ്ങളുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞുതരാം. ഇന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട് പോയി കാണാന്നൊക്കെ പറഞ്ഞുകൂടെ, എന്താണ് ഗൈസ്. ഓക്കെ, അപ്പോൾ വേറൊന്നുമില്ല. ഇനി നാളെ വീണ്ടും കാണുന്നത് വരയ്ക്കും വണക്കം, ബൈ.